കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സ്ത്രീകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിന് ചെറിയ ശിക്ഷയാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതുല്യയുടെ സതീഷ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണം നടത്തിയാലും വളരെ പെട്ടെന്ന് രക്ഷപ്പെടാമെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി ആണെന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ പ്രത്യേകിച്ച് 2019 നമ്മുടെ പെരുമ്പാവൂർ ജിഷ വധക്കേസ് തുടങ്ങി അതിന് പ്രതികളെ കണ്ടുപിടിച്ച് ശിക്ഷ നടപ്പിലാക്കാമെന്നും നിയമസഭയിൽ ഒരു സ്ത്രീ സുരക്ഷാ വകുപ്പ് പാസ്സാക്കാമെന്നും അതിൻ്റെ ബിൽ പാസ്സാക്കിക്കൊണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും കുറ്റവാളിയെ തക്ക ശിക്ഷ ലഭിച്ചുകൊണ്ട് തടങ്കലിൽ ശിക്ഷ നടപ്പിലാക്കാമെന്നും ഒക്കെ സമ്മതിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 2019 മെയ് മാസത്തിൽ അധികാരത്തിലേറിയത്. പക്ഷെ നാളിതുവരെ നോക്കുമ്പോൾ ഇന്നും നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കോതമംഗലത്തെ പെൺകുട്ടി വരെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കഥ വേറെയാണ്. എങ്കിൽ പോലും ദിനം പ്രതി ഇന്ന് നമ്മൾ കണക്കെട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 2024 ജൂലൈ മാസത്തെ ഒരു ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ദിനം പ്രതി 53 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും എന്നാൽ 500-ൽ പരം കേസുകൾ വേണ്ട കേന്ദ്രങ്ങളിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വർഷം കൊണ്ട് ഒരു 50,000-ത്തിലധികം, ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 48,963 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സ്ത്രീ പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, വിവാഹമോചനം, അതുപോലെ തന്നെ കുടുംബത്തിലെ ഭർതൃപീഡനം, അമ്മായിയമ്മയുടെ പീഡനം, ഇങ്ങനെ നിരവധി കേസുകളിലൂടെ 49,000-ത്തോളം കേസുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടു, കൊല്ലം ജില്ലയെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എത്ര കേസുകൾ അതിന് നടപടി സ്വീകരിച്ചു. അത് ഇവിടെ കേരളത്തിൽ ഭരണഘടന അനുസരിച്ച് നിയമങ്ങൾ ധാരാളമുണ്ട്. എല്ലാ വിഷയങ്ങളിലും വളരെയധികം ശക്തമായ നിയമങ്ങളുണ്ട്. പക്ഷെ ആ നടപടി എത്രമാത്രം സുതാര്യമായി ചെയ്യുന്നു, ആ പ്രതികൾക്ക് എത്രമാത്രം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് വട്ടപൂജ്യമാണ്. അതേസമയം പുറം രാജ്യങ്ങളിലാണെങ്കിൽ ആ ഒരു പ്രതിയെ നമുക്ക് കണ്ടെത്തിയാൽ ആ പ്രതിക്ക് തക്ക ശിക്ഷ ഉടനടി നടപ്പിലാക്കുന്ന വിദേശ രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഒരു ഉദാഹരണമാണല്ലോ നിമിഷപ്രിയ പോലുള്ള നമ്മുടെ ഒരു സഹോദരിയാണല്ലോ തടങ്കലി പ്രാപിക്കുകയും അവിടെ വധശിക്ഷയ്ക്ക് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഇപ്പോൾ കേന്ദ്രം പോലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കേരളത്തിൽ ഇന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ കഥ നോക്കിയാൽ 2 വയസ്സുള്ള പെൺകുട്ടി മുതൽ 99 വയസ്സുള്ള മുത്തശ്ശിമാർ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിൽ നമുക്ക് തക്കതായ നിയമങ്ങൾ നിയമസുരക്ഷയോടുകൂടി പരിരക്ഷയോടുകൂടി നടപ്പിലാക്കാനോ പ്രതികൾക്ക് തക്ക ശിക്ഷ കൊടുക്കാനോ ഇവിടുത്തെ കേരള സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു അറിയിപ്പാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഇപ്പം ഭർത്താവിനെ കാമുകനും ഭാര്യയും ചേർന്ന് കൊലപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഭാര്യയെ ഭർത്താവും കാമുകയും ചേർന്ന് കൊലപ്പെടുത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ പരിചയപ്പെട്ടത് പിന്നീട് പ്രണയമായി മാറുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. അപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇതിനെ എന്ത് ചെയ്യാൻ കഴിയും? അത് ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ഇതിലേക്ക്? സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നും പൂജിക്കപ്പെടേണ്ടവളാണ്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് മനുസ്മൃതി പറയുന്ന എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ്. ഒരു സ്ത്രീയെ പൂജിച്ചാൽ ഒരു ദേവനെ പൂജിക്കുന്നതിന് തുല്യമാണ്. ദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ഉളവാകുന്ന കാര്യമാണ് ഒരു സ്ത്രീയെ പൂജിക്കുക എന്നത്. ആ സ്ത്രീ തന്നെ പീഡിപ്പിക്കപ്പെടുകയും പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് നമ്മുടെ സ്ത്രീകൾ തന്നെ ഇതിന് മുന്നോട്ട് വരുന്നതിനെ ചെറുത്ത് നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. സ്ത്രീ സംഘടനയുടെ നേതാവായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ആരാണ് തെറ്റുകാർ,
സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആരായാലും തെറ്റുകാർക്ക് തക്ക ശിക്ഷ കൊടുക്കണം, പ്രതികളെ ശിക്ഷിക്കപ്പെടണം. അത് പുരുഷനെ മർദ്ദിച്ചത് കൊണ്ടോ അല്ലെ പുരുഷനെ കൊലപ്പെടുത്തിയത് കൊണ്ടോ സ്ത്രീ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയുടെ നേതാവല്ല ഞാൻ. സ്ത്രീകൾ കുറ്റവാളികളാണെങ്കിൽ തക്കതായ ശിക്ഷ കൊടുത്ത്, അതിനാണല്ലോ ഇവിടെ നിയമം. ആ നിയമം എന്തുകൊണ്ട് സർക്കാർ കൃത്യമായി നടപ്പിലാക്കുന്നില്ല? ആ ചോദ്യം സർക്കാരിനോട് ചോദിക്കാനുണ്ട്. അത് നടപ്പിലാക്കുന്നത് വരെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദിനം പ്രതി ഒന്നൊന്നിന് പിറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ത്രീ ശാക്തീകരണം ഒക്കെ പറയുമ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഒരിക്കലും രാത്രി 12 മണിക്ക് ശേഷം സ്ത്രീകൾക്ക് ഇത്തരത്തിൽ റോഡിലൂടെ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതിന് മാറ്റം വരണ്ടേ? അല്ല, സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. സ്ത്രീകൾ എവിടെ വിഘടിച്ച് നിൽക്കുന്നു, സ്ത്രീകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് നമ്മളൊരു സംഘടനാപരമായി അല്ല, അവർക്ക് ഒരു ശക്തി പകരം മനസ്സിന് ധൈര്യം കൊടുക്കാൻ മനഃശക്തിയാണ് നമുക്ക് ആവശ്യം. ഒരു സ്ത്രീ രാത്രിയിൽ യാത്ര ചെയ്യണമെങ്കിലും പകൽ യാത്ര ചെയ്യണമെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിലും ഒക്കെ തന്നെ അവർക്ക് വേണ്ടത് മനഃശക്തിയാണ്. ആ മനഃശക്തി കൈവരിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ, ശാക്തീകരണമാണ് നമ്മൾ. സ്ത്രീ ശക്തി, ശരിക്കും പറഞ്ഞാൽ സ്ത്രീയെ ശാക്തീകരിക്കേണ്ട കാര്യമില്ല, അവളിൽ തന്നെയാണ് ശക്തി. അവൾ ശക്തി സ്വരൂപിണിയാണ്, ദേവിയാണ്, അമ്മയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമയാണ് ഒരു സ്ത്രീ. ആ കണക്ക് നോക്കുമ്പോൾ ആ സ്ത്രീയെ ഒരിക്കലും ശാക്തീകരിക്കേണ്ട കാര്യമില്ല. അവൾ സ്വയം ശാക്തീകരിക്കപ്പെട്ടവളാണ്. അത് തിരിച്ചറിയാത്ത കാരണം കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവൾ നേരിടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അവ ശാക്തീകരിക്കണം. അതിന് വേണ്ടത് അവൾക്ക് സ്വയം ബോധം കൊടുക്കുക എന്നുള്ളത്. നിന്നിൽ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ശക്തിയെ നീ തിരിച്ചറിയണം, അത് വേണ്ടിടത്ത് വിനിയോഗിക്കണം. ഇങ്ങോട്ട് വരുന്ന എതിരാളിയെ അതേ രീതിയിൽ നേരിടാനുള്ള ശക്തി നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പുറത്തെടുക്കാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഉപരി അവൾക്ക് സ്വന്തം കാലം നിൽക്കാൻ, ജീവിക്കാൻ. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ ജീവിക്കണ്ടേ? ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ ജീവിക്കണ്ടേ? അപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാമ്പത്തിക നേട്ടം കൂടെ നമ്മളതിലൂടെ ശാക്തീകരണത്തിൻ്റെ പിന്നിൽ നമുക്കതും കൂടെ ലക്ഷ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് വരുന്ന ഒരു മെച്ചേർഡ് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ബോധവൽക്കരണം നൽകാം. അതോടൊപ്പം തന്നെ കരാട്ടെ പോലുള്ള ഇതൊക്കെ അഭ്യസിപ്പിക്കാം. മറ്റെന്തൊക്കെ ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ന് വേണ്ടത് കരാട്ട, കളരി പോലുള്ള അഭ്യാസമുറകളാണ്. കാരണം പ്രതിരോധ ശക്തി അവരിൽ ഉണ്ടാവണം. ഇന്നത്തെ ഒരു 10 വയസ്സ് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മുതൽ ഈ അഭ്യാസമുറകൾ ശീലിച്ചില്ല എങ്കിൽ അവൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. അവളെ ആക്രമിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, അവൾ ഒറ്റപ്പെടും, അവൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ വരും. ഈ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ശക്തിയെ ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവുമാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. അപ്പം ഈ അഭ്യാസമുറകൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടേതായ പ്രവർത്തനങ്ങളിലൂടെ, സാമൂഹ്യ ബോധവൽക്കരണത്തിലൂടെ തന്നെ സ്കൂളുകളിലും ഒക്കെ തന്നെ നമ്മൾ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ആ ബോധവൽക്കരണത്തിലൂടെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ ഈ അഭ്യാസമുറകളൊക്കെ സ്വയം പരിശീലകരാകണം. അതിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കാനും നമ്മൾ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.